നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോർപ്പറേഷൻ കെട്ടിട നികുതി പരിഷ്കരണത്തിൽ കൂടുതലായി പിരിച്ച തുക തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവിനെതിരെ അപ്പീൽ പോകേണ്ടതില്ലെന്ന തീരുമാനത്തെ ചൊല്ലി കോർപ്പറേഷൻ കൌൺസിലിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദം. പ്രതിപക്ഷം നൽകിയ വിയോജനക്കുറിപ്പ് രേഖ ചൂണ്ടിക്കാണിച്ച മേയറുടെ വിശദീകരണത്തിൽ തർക്കം അവസാനിപ്പിച്ച് LDF കൌൺസിലർമാർ. അരിമ്പൂരിൽ 16-കാരനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാലാംകല്ല് സ്വദേശികളായ ശ്രീഷ്ണവ് രാജേഷ്, വെളുത്തൂർ സ്വദേശി സ്മിജിൻ, അരിമ്പൂർ സ്വദേശി ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. പോർത്തുശ്ശേരി കല്ലടവേല ആഘോഷത്തിനിടെ ആനയിടഞ്ഞു. പടിഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ആയയിൽ ഗൌരി നന്ദനാണ് ഇടഞ്ഞത്. ആക്രമണത്തിൽ പിങ്ക് പോലീസിന്റെ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. പൊതുമേഖലാ ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെട്ടു. തൃശൂരിൽ പണിമുടക്കിയ ജീവനക്കാർ പ്രകടനം നടത്തി. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ KSU SFI സംഘർഷത്തിൽ KSU യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ, ദീപക് എന്നിവർക്ക് പരിക്കേറ്റു. അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ പലസ്തീനിയൻ നാടകം അവതരിപ്പിക്കാനാകാത്തത് കാണികളെ നിരാശരാക്കി. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതായതാണ് നാടകം റദ്ദാക്കാൻ കാരണം. വാർത്തകൾ വിശദമായി. കോർപ്പറേഷൻ കെട്ടിട നികുതി പരിഷ്കരണത്തിൽ കൂടുതലായി പിരിച്ച തുക തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവിനെതിരെ അപ്പീൽ പോകേണ്ടതില്ലെന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദം. തീരുമാനത്തിൽ പ്രതിപക്ഷം നൽകിയ വിയോജനക്കുറിപ്പ് രേഖയിലുള്ളത് ചൂണ്ടിക്കാണിച്ച മേയറുടെ വിശദീകരണത്തിൽ തർക്കം അവസാനിപ്പിച്ച് LDF കൌൺസിലർമാർ. പുതിയ ഭരണസമിതിയുടെ രണ്ടാമത് കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഇടയ്ക്കിടെ വാഗ്വാദങ്ങൾ ഉയർന്നെങ്കിലും അതിരുവിടാതിരുന്നത് കൌൺസിൽ നടപടികൾ സുഗമമാക്കി. DLR തൊഴിലാളികളെ നിയമിച്ചത് ചട്ടവിരുദ്ധമാണെന്ന വാദത്തെ വർക്ക് അറേഞ്ച്മെന്റ് എന്ന നിലയിൽ അത് നിയമലംഘനമാവില്ലെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് വിശദീകരിച്ചു. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം ഭൂരിഭാഗം കൌൺസിലർമാരിൽ നിന്നും ആക്ഷേപം നേരിട്ടു. നഗരത്തിലെ പല ഹോട്ടലുകളും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന BJP കൌൺസിലർ രഘുനാഥ് C. മേനോന്റെ ആരോപണത്തിന് കേന്ദ്ര സർക്കാരിന്റെ സംരംഭകത്വ നയമാണ് ഈ സാഹചര്യത്തിന് കാരണമെന്ന പ്രതിവാദമുയർന്നു. ശുചീകരണ തൊഴിലാളികൾക്ക് അവരവരുടെ പ്രവൃത്തി സ്ഥലത്ത് തന്നെ ഹാജർ രേഖപ്പെടുത്താൻ സൗകര്യം നൽകണമെന്ന രഘുനാഥ് C. മേനോന്റെ നിർദ്ദേശം മറ്റു കൌൺസിലർമാരും അനുകൂലിച്ചു. തെരുവുനായി ശല്യം, രൂക്ഷമായ കുടിവെള്ളക്ഷാമം, മാലിന്യ നിക്ഷേപം, ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും DLR തൊഴിലാളികളുടെയും അപര്യാപ്തത, കഴിഞ്ഞ ഭരണസമിതി വിതരണം ചെയ്ത ബയോബിന്നുകളിൽ ഗുണമേന്മയില്ലെന്നതിൽ അന്വേഷണ ആവശ്യം, നെട്ടിശ്ശേരിയിൽ നെൽകൃഷി വെള്ളമില്ലാതെ ഉണക്കുഭീഷണിയിലായത്, മഴക്കാല പൂർവ്വ ശുചീകരണം, ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടം, തെരുവ് വിളക്ക് തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. TCV തൃശൂർ. അരിമ്പൂരിൽ ഉത്സവപ്പറമ്പിൽ നൃത്തത്തിനിടെ 16-കാരൻ കാലിൽ ചവിട്ടിയതിൽ ക്രൂരമർദ്ദനം. സംഭവവുമായി ബന്ധപ്പെട്ട 4 യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാലാംകല്ല് സ്വദേശികളായ ചേന്നംകുളം വീട്ടിൽ ശ്രീഷ്ണവ്, കണ്ണോളി വീട്ടിൽ രാജേഷ്, വെളുത്തൂർ സ്വദേശി നങ്ങേലി വീട്ടിൽ സ്മിജിൻ, അരിമ്പൂർ സ്വദേശി മാങ്ങാട്ട് വീട്ടിൽ ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 6-ന് അരിമ്പൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിനിടെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ കുട്ടിയുടെ ദേഹത്തേക്ക് വീണ പ്രതികളെ തള്ളിമാറ്റിയതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പ്രതികൾ അരിമ്പൂർ ഓളംതലിപ്പാറ കുളത്തിനരികിൽ വെച്ച് കുട്ടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പോർത്തുശ്ശേരി കല്ലടവേല ആഘോഷത്തിനിടെ ആനയിടഞ്ഞു. പടിഞ്ഞാട്ടുമുറി ദേശത്തിന്റെ ആയയിൽ ഗൌരി നന്ദനാണ് ഇടഞ്ഞത്. കാലത്തെ ശീവേലി എഴുന്നള്ളിപ്പിന് ശേഷമാണ് സംഭവം. പോർത്തുശ്ശേരി കണ്ടാരംതറ മൈതാനത്ത് വെച്ചാണ് ആന ഇടഞ്ഞത്. മൈതാനത്ത് പാർക്ക് ചെയ്തിരുന്ന പിങ്ക് പോലീസിന്റെ കാർ ആന തകർത്തു. ആന ഓടി വരുന്നത് കണ്ട് കാറിലുണ്ടായിരുന്ന പോലീസുകാർ ഓടി രക്ഷപ്പെട്ടു. ഇടഞ്ഞോടിയ ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് അരമണിക്കൂറിനുള്ളിൽ തളച്ചു. ആനയെ പിന്നീട് പ്രദേശത്ത് നിന്ന് കൊണ്ടുപോയി.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ രാജ്യവ്യാപക പണിമുടക്കിൽ ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെട്ടു. എല്ലാ ശനിയാഴ്ചകളിലും അവധി വേണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. തൃശൂരിൽ പണിമുടക്കിയ ജീവനക്കാർ വടക്കേ സ്റ്റാൻഡിലുള്ള സ്റ്റേറ്റ് ബാങ്കിലേക്ക് പ്രകടനം നടത്തി. CITU സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് UP ജോസഫ് പണിമുടക്ക് ഉദ്ഘാടനം ചെയ്തു. UFBU കൺവീനർ KC ജിതിൻ അധ്യക്ഷത വഹിച്ചു. നിലവിൽ രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളിലാണ് ബാങ്ക് ജീവനക്കാർക്ക് അവധിയുള്ളത്. ബാങ്കിംഗ് മേഖലയിലെ ട്രൈപാർട്ടിയേറ്റ് നടന്നിരുന്ന വേതന പരിഷ്കരണം, ശമ്പള പരിഷ്കരണം കേന്ദ്രം അത് 10 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. വേജ് ബോർഡ് വേജ് ബോർഡ് ഉൾപ്പെടെയുള്ള ഈ കുറെ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ KSU SFI സംഘർഷം. KSU യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ, ദീപക് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയിലും ലോ കോളേജിൽ സംഘർഷം നടന്നിരുന്നു. ഇതേ തുടർന്ന് കോളേജിന് അവധി നൽകിയിരിക്കുകയായിരുന്നു. വീണ്ടും കോളേജ് തുറന്നപ്പോഴാണ് സംഘർഷമുണ്ടായത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ പലസ്തീനിയൻ നാടകം അവതരിപ്പിക്കാനാകാതിരുന്നത് കാണികളെ നിരാശരാക്കി. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറിയിരുന്ന പാലസ്തീൻ റീമോണ്ട് തിയേറ്റർ പ്രൊജക്ടിന്റെ 60 മിനിറ്റ് ദൈർഘ്യമുള്ള ദി ലാസ്റ്റ് പ്ലേ ഇൻ ഗാസ എന്ന നാടകമാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതായതോടെ റദ്ദാക്കിയത്. നാടകം അവതരിപ്പിക്കാനാകാത്തതിൽ നാടക പ്രേമികളോടുള്ള നാടക സംഘത്തിന്റെ ക്ഷമാപണത്തിന്റെ ഓഡിയോ തിയേറ്ററിൽ പ്ലേ ചെയ്തു. നിറഞ്ഞ സദസ്സിലാണ് നാടകങ്ങൾ അരങ്ങേറുന്നത്. 7 വേദികളിലായി നടക്കുന്ന നാടകോത്സവം ഫെബ്രുവരി 1 സമാപിക്കും. കേബിൾ TV ഓപ്പറേറ്റർ എന്നതിനപ്പുറത്തേക്ക് മൾട്ടി സർവീസ് പ്രൊവൈഡറായി നമ്മൾ മാറേണ്ടതുണ്ടെന്നും ടെക്നോളജി മാറി വരുമ്പോൾ നമുക്ക് അതിനോട് പുറം തിരിഞ്ഞു നിൽക്കാനാവില്ലെന്നും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ K. വിജയകൃഷ്ണൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ചേർപ്പ് മേഖലാ സമ്മേളനം ആനക്കല്ലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൻകിട കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിച്ചും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുമാണ് കേബിൾ TV മേഖല മുന്നേറുന്നത്. കോർപ്പറേറ്റുകൾ ഈ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സൗജന്യം കൊടുത്തുകൊണ്ട് ആളുകളെ പിടിക്കുന്ന രീതിയാണ് കോർപ്പറേറ്റുകൾ അവലംബിക്കുന്നത്. അൺഹെൽത്തി കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഈ മേഖലയിൽ അവരോട് മത്സരിക്കാൻ അതേ നാണയത്തിൽ നാമും പ്രവർത്തിക്കേണ്ടി വരുന്നുവെന്നും വിജയകൃഷ്ണൻ പറഞ്ഞു. ആനക്കല്ല് അവണിശ്ശേരി സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച COA ചേർപ്പ് മേഖലാ പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. COA ചേർപ്പ് മേഖലാ സെക്രട്ടറി PV ജോഷി മേഖലാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KG സുധീർ സാമ്പത്തിക റിപ്പോർട്ടും MJ ആന്റണി ഓഡിറ്റ് റിപ്പോർട്ടും COA ജില്ലാ സെക്രട്ടറി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം KG രാധാകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ബിജുകുമാർ, COA ജില്ലാ ട്രഷറർ ജോസ്, KCCL ഡയറക്ടർ VP ബിജു, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ചേർപ്പ് മേഖല ഇൻചാർജുമായ മോഹനകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
പിന്നീട് നമുക്ക് പറയാനുള്ള നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ രണ്ടുപേരുണ്ട്, പ്രധാന വ്യക്തികൾ. അവരെയൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ ക്ലസ്റ്ററായിട്ട് മുന്നോട്ട് പോകണം. എന്ത് വന്നാലും നമ്മൾ ഒരാളൊറ്റയ്ക്കാവില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുത്തു പോകണം എന്നാണ്. ചരിത്ര പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാവും. ബുധനാഴ്ച രാവിലെ ചാവക്കാട് ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന പ്രാജ്യോതിയുടെ ആദ്യ കാഴ്ച പള്ളിയങ്കണത്തിൽ എത്തിച്ചേരുന്നതോടെ കാഴ്ചകൾക്ക് ആരംഭം കുറിക്കും. തുടർന്ന് 2 ദിവസങ്ങളിലായി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 19ഓളം കാഴ്ചകൾ വിവിധ സമയങ്ങളിലായി എത്തിച്ചേരും. നേർച്ചയുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച രാവിലെ താബൂത്ത് കാഴ്ച പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് പുത്തൻകടപ്പുറം, ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിൽ നിന്ന് കാഴ്ചകൾ പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്ന് കൊടിയുയർത്തും. വൈകിട്ട് നാട്ടുകാഴ്ചയും ഉണ്ടാകും. വിവിധ ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കാഴ്ചകൾ പള്ളിയങ്കണത്തിലെത്തും. ബുധനാഴ്ച ബ്ലാങ്ങാട് നിന്ന് വോൾഗ, ബ്ലാങ്ങാട് വൈലിയിൽ നിന്ന് ഓഫ് റോഡ്, അയിനപ്പുള്ളിയിൽ നിന്ന് പവർ ഫെസ്റ്റ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് ചങ്ക്സ് എന്നീ കാഴ്ചകൾ നടക്കും. നേർച്ചയുടെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് PK ഇസ്മായിൽ പറഞ്ഞു. നേർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസ്, ആരോഗ്യ വിഭാഗം, നഗരസഭ തുടങ്ങി എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട്. നേർച്ചയുടെ ഭാഗമായി പള്ളിയിൽ മൗലൂദ് പാരായണം നടന്നു. ഖത്തീബ് ഖമറുദ്ദീൻ ബാദുഷ തങ്ങൾ, മുദരിസ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈത്തമി, പ്രസിഡന്റ് PK ഇസ്മായിൽ, സെക്രട്ടറി KV ഷാനവാസ്, ട്രഷറർ PV ഇസഹാക്കെ ഹൈദ്രോസ്, സക്കീർ ഹുസൈൻ, നിഷാദ്, VB അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ചാവക്കാട്. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ വിളംബരം അറിയിച്ച് തുടർച്ചയായ 58ാം വർഷവും കണ്ണമ്പ്ര KS മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ ബദരിയ മുട്ടും വിളി സംഘം മണത്തലയുടെ മണ്ണിലെത്തി. നേർച്ചയുടെ പ്രധാന ആഘോഷ ദിനമായ വ്യാഴാഴ്ച വരെ നാട്ടുകാരെ വിളിച്ചുണർത്താൻ ഉസ്താദും സംഘവും മുട്ടും വിളിയുമായി ഉണ്ടാകും. 16-ാം വയസ്സിൽ തുടങ്ങിയ ഹുസൈൻ ഉസ്താദിന്റെ മുട്ടും വിളി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളായ ബദറിലെയും ഉഹദിലെയും പോരാളികളെ പ്രകീർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഇണങ്ങളുമായാണ് ഉസ്താദും സംഘവും നാടും നഗരവും ചുറ്റുന്നത്. ചാവക്കാട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിലെ എല്ലാ വീടുകളിലും സംഘം മുട്ടും വിളിയുമായി എത്തിത്തുടങ്ങി. ഓരോ വീട്ടുകാരും സംഘത്തെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയാണ് വീട്ടുകാർ തങ്ങളുടെ സംഘത്തിന് സൽക്കാരം നൽകുന്നതെന്ന് ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ പറഞ്ഞു. ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ ഷഹനായിലൂടെ മാപ്പിളപ്പാട്ടിന്റെ ഇശലുകൾ വായിക്കുമ്പോൾ ആസ്വാദകർ വളരെ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയിലെ നിറസാന്നിധ്യമാണ് മുട്ടും വിളി. TCV ചാവക്കാട്. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ സംയുക്ത പരിശോധനയിൽ പിടിയിലായി. ഫിഷറീസ്, മെറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് സംഘം നടത്തിയ പെട്രോളിംഗിലാണ് അഴീക്കോട് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് ഭാഗത്തും ചേറ്റുവ അഴിമുഖത്തിന് തെക്കു ഭാഗത്തും അനധികൃതമായി രാത്രികാല കരവലി നടത്തിയ 4 ബോട്ടുകൾ പിടികൂടിയത്. എറണാകുളം മുനമ്പം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സമൃദ്ധി, ഓറിയോൺ, എയ്ഗർ, കരുണ എന്നീ ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 1,71,200 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 4 ബോട്ടുകൾക്ക് 2.5 ലക്ഷം രൂപ വീതം 10 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെയും അഴീക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ C രമേശിന്റെയും നേതൃത്വത്തിലാണ് പ്രത്യേക രാത്രികാല കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തിയത്.
CPI DC സ്പെഷ്യൽ ബ്രാഞ്ച് കലാ സാംസ്കാരിക പ്രവർത്തക ജില്ലാ കൺവെൻഷൻ KK വാര്യർ സ്മാരക ഹാളിൽ നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KGOF സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വിവേക് അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, VJ മിർലി, CR വത്സൻ, ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വിവിധ ജനാധിപത്യ ശക്തികൾ വിവിധ ജനാധിപത്യ ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അംഗനവാടി ജീവനക്കാരുടെ വേതനത്തിൽ കേന്ദ്രവിഹിതം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചും പോഷൻ ട്രാക്കറിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും സംഘടിപ്പിച്ച ധർണ CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുലജ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാവ് MS പ്രേമലത, MD സ്മിത, സരിത അനിൽകുമാർ, സുനില അനിൽ, സജിത ലൈജു തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് ചമഞ്ഞ് 18 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്ന് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി മുഹമ്മദ് ഷുഹൈദിനെയാണ് അറസ്റ്റ് ചെയ്തത്. 2024 ഡിസംബർ 15-നാണ് കൂളിമുട്ടം സ്വദേശികളായ വയോധിക ദമ്പതികളെ വാട്സ്ആപ്പ് വീഡിയോ കോളിൽ വിളിച്ച് ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് 18,15,936 രൂപ തട്ടിയെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാപ്രാണം കോഴിക്കാട്ടുകോണത്ത് ഹോൺ അടിച്ചതിന്റെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട സ്വദേശി പരിയാടത്ത് വീട്ടിൽ സുനിലാണ് അറസ്റ്റിലായത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ B ലക്ഷ്മിക്കുട്ടി, G ആനന്ദ്, V സായി എന്നിവർ ചേർന്ന് രചിച്ച വികസ്വര രാജ്യങ്ങളിലെ ചെറിയ നഗരങ്ങളുടെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ തൃശ്ശനാപ്പള്ളിയിലെ സ്കോപ്പ് ഡയറക്ടർ പത്മശ്രീ ഡോക്ടർ M സുബ്ബരാമൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PA സോളമന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ രതീഷ് മേനോൻ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഫാക്ട് ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ G മധു എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നാരായണം കുളങ്ങര ഭഗവതി ക്ഷേത്ര ഓഫീസിന് സമീപം തീപിടുത്തം. ഓഫീസ് മുറിയുടെ 3 ജനൽ കത്തി നശിച്ചു. മകരപ്പത്ത് മഹോത്സവം കഴിഞ്ഞ് ക്ഷേത്രനട അടച്ചിരിക്കുകയാണ്. ഓഫീസിന് സമീപത്തു നിന്നാണ് തീ ഉയർന്നത്. ക്ഷേത്രത്തിന് പുറത്തെ കുഴിയിൽ മാലിന്യം കത്തിച്ചിരുന്നു. ഇതിൽ നിന്ന് ക്ഷേത്രാങ്കണത്തിൽ ഉണക്കാനിട്ടിരുന്ന ചകിരിയിലേക്ക് തീ പടരുകയായിരുന്നു. ഓഫീസ് മുറിയിലേക്ക് തീ പടരും മുമ്പ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു.
ഗുരുവായൂർ കോട്ടപ്പടി തൊഴിയൂർ മേഖലകളിൽ കഴിഞ്ഞ ദിവസം വീടുകളും കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊട്ടാരക്കര മേലില ഷഫീഖ്, മൻസിലിൽ സതീഷ് എന്ന റഫീഖുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തൊഴിയൂരിൽ 7 കടകളിലും കോട്ടപ്പടിയിൽ 3 വീടുകളിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മോഷണം നടന്നത്. വിവിധ ജില്ലകളിലായി 100ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ് സതീഷ്. ജയിലിൽ കഴിയുന്നതിനിടെ പരിചയത്തിലായ ചാവക്കാട് തിരുവത്ര കണ്ണാച്ചി അനിൽ, കോട്ടപ്പടി പുന്നത്തൂർ റോഡ് പുത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരുടെ സഹായത്തോടെയാണ് ഇയാൾ മോഷണം നടത്തിയത്. ഇവർ ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി സതീഷിനെ വിവരമറിയിക്കും. സതീഷ് എത്തി മോഷണം നടത്തി ഒരു പങ്ക് ഇവർക്ക് നൽകുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു. മോഷണശേഷം ആഹാരം പാചകം ചെയ്ത് കഴിക്കുകയും പരിസരത്തെ CCTVയുടെ DVR കണ്ടെടുത്ത് നശിപ്പിക്കുന്നതും ഇയാളുടെ പതിവാണ്. കോട്ടപ്പടി തൊഴിയൂർ മേഖലകളിൽ നിന്നുള്ള DVRകൾ തൊഴിയൂരിലെ മദ്രസയുടെ കിണറ്റിലാണ് ഉപേക്ഷിച്ചത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പോലീസ് കിണറ്റിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സ്കൂബ ടീമിന്റെ സഹായത്തോടെ പോലീസ് ബുധനാഴ്ച വീണ്ടും പരിശോധന നടത്തും. വികസനം ചർച്ച ചെയ്യാതെ മതത്തിൽ ഊന്നിയുള്ള 3 മുന്നണികളുടെയും രാഷ്ട്രീയം നാടിന് ആപത്താണെന്ന് ആം ആദ്മി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു. ആം ആദ്മി ജില്ലാ നേതൃയോഗം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ക്ഷേമ രാഷ്ട്രീയത്തിന് പ്രസക്തി വർദ്ധിക്കുകയാണ്. ഡയലോഗ് അടിക്കാനും ചർച്ചകളിൽ സജീവമാകാനും ആർക്കും കഴിയും. താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ഡൽഹിയിലെയും പഞ്ചാബിലെയും വികസനം പറഞ്ഞ് കേരളത്തിൽ വോട്ട് ലഭിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പോളി ഫ്രാൻസിസ്, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് വിജയൻ, സിന്ധു സന്തോഷ്, ജിതിൻ സദാനന്ദൻ, റാണി ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത്, കാരണം നമ്മൾ ആൾക്കാരെ ശ്രദ്ധിക്കും, ചോദ്യങ്ങൾ ചോദിക്കും, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആശയങ്ങൾ വളരെ വ്യക്തമായി പറയണം. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ നമ്മളൊരാളാണ് സാഹചര്യം. പക്ഷെ അതിപ്പോൾ എവിടെ പോയി നമുക്കറിയാം. അതിനപ്പുറം പറയാൻ ഞങ്ങളെ ആക്രമിക്കും സ്വാഭാവികമാണ്. അതിനൊരു ബദൽ രാഷ്ട്രീയം പറഞ്ഞു നിൽക്കുക. തിരുവില്ലുവാമല വില്ലേജ് ഓഫീസിൽ ഫയലുകൾക്കിടയിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. ചേരപ്പാമ്പായിരുന്നു ഫയലുകൾക്കുള്ളിൽ ഇര പിടിച്ചു കിടന്നത്. മൈനൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം സ്നേക്ക് റെസ്ക്യൂവർ KK രമേശ്, ബീറ്റ് അസിസ്റ്റന്റ്മാരായ നിക്സൺ, മണികൃഷ്ണൻ കുട്ടി എന്നിവർ ചേർന്ന പാമ്പിനെ പിടികൂടി സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വിട്ടയച്ചു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞ വില്ലേജ് ഓഫീസിൽ എലികളും മരപ്പട്ടികളും മറ്റ് ക്ഷുദ്രജീവികളും പതിവാണ്. ഏകദേശം ഒരു 9:30 കൂടിയിട്ട് കായമ്പ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വില്ലേജിന് വിളിക്കുകയായിരുന്നു. ഒരു പാമ്പ് ഇതിനകത്ത് കയറിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഒരുപാട് ഫയലുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇത് കിടന്നിട്ടുണ്ടായത്. ചേരയാണ്. അപ്പോൾ ഇത് എലിയുടെ സാന്നിധ്യത്തിലാണ് ഒന്നുകൂടിയാണ്. ചേര ഇവിടെ തന്നെയാണ് ഒഴിവാക്കിയത്. ചേരയുടെ ഒരു ഗുണം എന്നുള്ളത് അത്യാവശ്യം ചെറിയ മറ്റു പാമ്പുകൾ, വിഷപ്പാമ്പുകൾ അവരെ കഴിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ തുറന്നു വിട്ടത്. അപ്പോൾ അത് നമുക്ക് ഗുണമാണ്. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട പാമ്പായിരുന്നില്ല. ഇവിടെ തന്നെ വിട്ടാലും വിഷയമില്ലാത്തതുകൊണ്ട് കിട്ടും. തൊട്ടടുത്ത കാട്ടിലാണ് റിലീസ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,845, പവന് 1,18,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോർപ്പറേഷൻ കെട്ടിട നികുതി പരിഷ്കരണത്തിൽ കൂടുതലായി പിരിച്ച തുക തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവിനെതിരെ അപ്പീൽ പോകേണ്ടതില്ലെന്ന തീരുമാനത്തെ ചൊല്ലി കോർപ്പറേഷൻ കൌൺസിലിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദം. പ്രതിപക്ഷം നൽകിയ വിയോജനക്കുറിപ്പ് രേഖ ചൂണ്ടിക്കാണിച്ച മേയറുടെ വിശദീകരണത്തിൽ തർക്കം അവസാനിപ്പിച്ച് LDF കൌൺസിലർമാർ. അരിമ്പൂരിൽ 16-കാരനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാലാംകല്ല് സ്വദേശികളായ ശ്രീഷ്ണവ്, രാജേഷ്, വെളുത്തൂർ സ്വദേശി സ്മിജിൻ, അരിമ്പൂർ സ്വദേശി ശ്രീഹരി എന്നിവരാണ് അറസ്റ്റിലായത്.
കുർത്തിശ്ശേരി കല്ലടവേല ആഘോഷത്തിനിടെ ആനയിടഞ്ഞു. പടിഞ്ഞാട്ടുപുറി ദേശത്തിന്റെ ആയയിൽ ഗൗരിനന്ദനാണ് ഇടഞ്ഞത്. ആക്രമണത്തിൽ പിങ്ക് പോലീസിന്റെ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. പൊതുമേഖലാ ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെട്ടു. തൃശൂരിൽ പണിമുടക്കിയ ജീവനക്കാർ പ്രകടനം നടത്തി. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ KSU SFI സംഘർഷം. സംഘർഷത്തിൽ KSU യൂണിറ്റ് പ്രസിഡന്റ് ഗോപൻ ദീപക് എന്നിവർക്ക് പരിക്കേറ്റു. അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ പലസ്തീനിയൻ നാടകം അവതരിപ്പിക്കാനാകാത്തത് കാണികളെ നിരാശരാക്കി. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതായതാണ് നാടകം റദ്ദാക്കാൻ കാരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.